ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നൊരു മാംഗോ ട്രിപ്പിൾ പുഡിംഗ് ആണ്. അതിനാവശ്യമായിട്ടുള്ളത് കുറച്ച് മാംഗോസ് ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ബ്രെഡ്, മിൽക്ക് മെയ്ഡ്, ബ്രെഡ് ക്രംസ്, പിന്നെ മാംഗോ പൾപ്പ്, കോക്കനട്ട് മിൽക്ക്. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതും പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതും ഞാൻ ഹാനികൃഷ്ണയുടെ നോക്കിയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കോക്കനട്ട് മിൽക്കിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഇനി ബൗളെടുത്തിട്ട് അതിലേക്ക് ഇനി ഇതെല്ലാം സെറ്റ് ചെയ്യണം. അതാണ് ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബൗളെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബ്രെഡ് വെക്കുകയാണ്. സൈഡിലൊക്കെ നമ്മൾ വയ്ക്കുമ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ വെക്കുക കേട്ടോ. അപ്പോൾ സൈഡിലൊക്കെ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. എല്ലാം ഒരു സെറ്റായിട്ടുണ്ട്. ഇതിലൊന്നുമില്ല എങ്കിലും ഇനി അതിൻ്റെ മുകളിലേക്ക് പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ചെയ്യും. പാലൊക്കെ വെച്ച് സെറ്റായില്ലേ. ഇനി അതിന് ശേഷം മാംഗോ പൾപ്പ് അതിലേക്ക് ഒഴിച്ചിട്ട് മുകളിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോസ് ഉണ്ട്. ഇതൊരു 4 മാംഗോസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്ക് വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ വീണ്ടും അതിൻ്റെ മേലെ ബ്രെഡ് വെക്കുകയാണ്. ബ്രെഡ് വെച്ചിട്ട് വീണ്ടും സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചോളൂ, കുറച്ചും കൂടെ ലുക്ക് കിട്ടും. വീണ്ടും അതിന് മേലെ സെയിം നമ്മൾ ചെയ്ത കാര്യം റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പാലൊഴിച്ചു, അതിന് ശേഷം മാംഗോ പൾപ്പ് എന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ അതും നമ്മൾ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അതിന് ശേഷം വീണ്ടും മാംഗോ സെറ്റ് ചെയ്തു. സെക്കൻഡ് ലെയറാണ്. ഇനി ഇത് തേർഡ് ലെയറായി. വീണ്ടും നമ്മൾ ബ്രെഡ് വെച്ചു. അതിനുശേഷം പാല് നമ്മൾ ഒഴിക്കണം. അതിന് മേലെ വീണ്ടും മാംഗോ പൾപ്പ് നമ്മൾ ഒഴിക്കുന്നു. വീണ്ടും നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാംഗോസ് തന്നെ മേലക്കിടുക. പിന്നെ ഞാൻ കുറച്ചും കൂടെ ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് ഞാൻ മേലക്കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ നേരത്തെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡിൻ്റെ സൈഡ് ഭാഗമല്ല, അത് പൊടിച്ചിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ അതിൻ്റെ മേലക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ഇതൊരു 3 മണിക്കൂർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസറിൽ വയ്ക്കുക. നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.